രാജിവെച്ചിട്ടും ധാർമ്മികതയിൽ മാറ്റം വരുത്തണോ, പ്രതീക്ഷയ്ക്ക് ചിറകുമുളപ്പിക്കണോ എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണ് സാക്ഷാൽ കെ എം മാണി. വെള്ളാപ്പള്ളി മോഡലിൽ കേന്ദ്ര BJP വഴി ഒരു ഓപ്പറേഷൻ നടത്തി മൂന്നാം മുന്നണിയിൽ കയറിപ്പറ്റണോ എന്ന ആശങ്കയും ഉയർന്നു വന്നിട്ടുണ്ടത്രേ. ജോസ് മോൻ വഴി ശ്രമങ്ങൾ തുടരുമ്പോൾ കേരള BJPക്കാരുടെ സ്വപ്നങ്ങൾക്കും ചിറകുമുളയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കെ സുരേന്ദ്രനെ പോലുള്ളവർ ബാർക്കോഴയൊന്നും ഒരു കോഴയെ അല്ലെന്ന നിലപാടിലാണ്. മാണി അഴിമതിക്കാരനെ അല്ലെന്ന് പറയാൻ പെടുന്ന പെടാപ്പാട് കണ്ടാൽ അന്തിച്ചു പോകും. ഇവിടെ രാജിവെച്ച് ഒഴിഞ്ഞുപോയ ഒരു മന്ത്രിയുടെ ജാതകം പരിശോധിക്കുന്നതിന് പകരം ബാബുവും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നടത്തിയ അഴിമതിയെക്കുറിച്ചല്ലേ ഇപ്പൊ സംസാരിക്കേണ്ടത്? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി അതാരാ? ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. നല്ല മൂടല്ലേ? അല്ല, ആ കേസ് CBIക്ക് വിടണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുകുമകുമകു. മാണിയാണോ ഉമ്മൻചാണ്ടിയാണോ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് ചോദിച്ചാൽ ആർക്കറിയാത്തത്? തേൻ കൂട്ടിൽ കല്ലു വീണാലു. അല്ല, കെ മാണി ഏത് ഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്? കെ മാണിയുടെ വകുപ്പിൽ ഒന്നും അറിയിക്കാതെ, നിയമവകുപ്പിൽ ഒരു കാര്യങ്ങളും അറിയിക്കാതെ ഗവൺമെന്റ് നയപരമായ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയി ബാർ ഉടമകളെയൊക്കെ വിളിച്ചു വരുത്തി കൈക്കൂലി വാങ്ങി കാശെല്ലാം ബാബുവിന്റെ ഉമ്മൻചാണ്ടിയുടെ പോക്കറ്റിലെത്തിയപ്പോഴാണല്ലോ നിയമമന്ത്രി ഫയൽ. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ? വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി, വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി. ഇവരെല്ലാം കാശും വാങ്ങി വീട്ടിലേക്ക് പോയപ്പോഴാണല്ലോ മാണി പിന്നെ ഫയല് ഓഫീസിൽ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണല്ലോ മാണിക്ക് കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിയ കെ മാണിയാണോ കൂടുതൽ കുറ്റവാളി? ഒരു സോഫ്റ്റ് കോർണറുമില്ല. ദുഃഖിക്കാൻ ഞാൻ കേരള കോൺഗ്രസ്സുകാരനല്ലല്ലോ, BJPക്കാരനാണല്ലോ. നിരപരാധിയാം എന്നെ കൈവെടിയരുത്തേ. ഇത് ഞാൻ ഉമ്മൻചാണ്ടിയും പിന്നെ ബാബുവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കണം, ഈ ഗവൺമെന്റ് രാജിവെക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമാണിത്. രാജിവെച്ച് ഇതിനോടകം പുറത്തുപോയ ഒരു മന്ത്രിക്കെതിരെ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തായാലും അതിനെനിക്ക് മറുപടി പറയാനില്ല. ഏത് ഘട്ടത്തിലാണ് മാണി ഇടപെടുന്നത്? നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ഒട്ടപ്പാത്രത്തിൽ രണ്ടു വീണാൽ ലൊടലൊടലൊടലെ, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജല. BJPക്കാരെ മാണി രക്ഷിക്കട്ടെ, ഒപ്പം സുരേന്ദ്രനെയും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് പട്ടാളം. നിങ്ങളൊന്ന് നിർത്തിക്കാൻ. ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം അറിഞ്ഞാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ.